ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇവർ വിവാഹിതരായ സീരിയലിന്റെ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ഭൂമി സത്യനെ വിളിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. ഫാദേഴ്സ് ഡേയുടെ കാര്യം പറയട്ടെ. അപ്പൊ സത്യ അവിടെ മദ്യപിക്കാൻ വേണ്ടിയിട്ട് പുറപ്പാടിലാണ് കേട്ടോ. ഭൂമിനെ കാണുമ്പോൾ തന്നെ ആ മദ്യക്കുപ്പികളൊക്കെ ഒളിപ്പിച്ചു വെക്കുമ്പോൾ ഭൂമി പറയണ്ട്, എന്നെ കാണുമ്പോൾ ഒളിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല, എന്തിനാ സർ ഇങ്ങനെ കുടിച്ച് നശിക്കണത്, നമ്മുടെ സർക്കാർ മദ്യം കൊണ്ടിട്ടാണ് ജീവിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ മദ്യം ഒരുപാട് കുടുംബങ്ങളെ തകർക്കുന്നുണ്ട്. അങ്ങനെയുള്ള സർക്കാർ നമുക്ക് എന്തിനാ സർ? സാറൊന്ന് ആലോചിച്ച് നോക്ക്. സാറിന്റെ മകളും ഭാര്യയും തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവർക്ക് കിട്ടാൻ പോണത് കരൾ രോഗിയായിട്ടുള്ള സാറിനെ ആയിരിക്കും. എന്തിനാ സർ ഇങ്ങനെ കുടിച്ച് സ്വയം ഇല്ലാതാവണത് എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ഭൂമിനെ ഒരു നേരം നോക്കിക്കൊണ്ടിരിക്കേണ്ട സത്യൻ. എന്നിട്ട് ചോദിക്കേണ്ട, ഭൂമി നീ ശരിക്കും എന്റെ ആരാ എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോ കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ സാറിന്റെ മകളായിരിക്കാം എന്നിങ്ങനെ പറയാണ്. എന്തായാലും ഭൂമി പറഞ്ഞതല്ലേ, ഞാൻ കേട്ടിരിക്കുന്നു, മദ്യപിക്കുന്നില്ല, വാ അകത്തേക്ക് വാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഭൂമി അകത്തേക്ക് പോകുന്നുണ്ട്. എല്ലാം എന്താ വിശേഷം ചോദിക്കുമ്പോൾ, സർ ഒരു വിശേഷമുണ്ട്. എന്താ ഭൂമിയും ചോദിക്കുമ്പോൾ, അത് വേറൊന്നുമല്ല, അച്ഛൻ്റെ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് നാളെ, അച്ഛൻ്റെ ദിവസം. അപ്പൊ അതിനുവേണ്ടി സാറ് ക്ഷണിക്കാൻ വേണ്ടി വന്ന ചെറിയൊരു വിരുന്നു സൽക്കാരവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയാണ്. ആണോ, എങ്കിൽ ഞാൻ തീർച്ചയായിട്ടും വരും എന്ന് പറയാണ്. ഭൂമിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അതേസമയം വീട്ടിലാണെങ്കിൽ അച്യുതനും അതുപോലെ തന്നെ അംബികയും പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്യുതൻ പറയുന്നുണ്ട്, നാളെ അവളുടെ അച്ഛൻ്റെ കൈകളിൽ ഏൽപ്പിക്കണം. അംബിക ചോദിക്കുന്നുണ്ട്, അതിന് അച്യുതേട്ടനെ സാധിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ, സാധിക്കണം, സാധിച്ചല്ലേ പറ്റൂ എന്നിങ്ങനെ പറയാണ്. അംബിക പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നില്ല നമ്മുടെ മകൾ നമ്മളെ വിട്ടു പോകുമെന്ന്. അവള് പറയും അവളുടെ സ്വന്തം അച്ഛനും അമ്മേനെയും വേണ്ട, നമ്മളെ മതി എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ അടുത്ത് തന്നെ നമ്മുടെ മകൾ വരും. അവൾക്കൊരിക്കലും നമ്മളെ ഉപേക്ഷിച്ച് പോകാൻ സാധിക്കില്ല അച്യുതേട്ട എന്നൊക്കെ അംബിക പറഞ്ഞുകൊണ്ടിരിക്കെ അവിടേക്ക് ഭൂമി വരാട്ടോ. ഭൂമി വരുമ്പോൾ തന്നെ അച്യുതനും അംബികയും മുറ്റത്തേക്ക് ഇറങ്ങുന്നുണ്ട്. രണ്ടുപേരും ഇവിടെ ഉണ്ടോ അമ്മേ? പിന്നെ നാളെ അടുക്കളയിലൊന്നും കയറരുത്, ഫുഡിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത്രയും പേർക്കുള്ള ഫുഡെല്ലാം നീ പറഞ്ഞോ? എല്ലാവർക്കുള്ള ഫുഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ച് അമ്മ അടുക്കളയിലൊന്നും കയറി സഹായിക്കാൻ നിൽക്കണ്ട, അമ്മ നാളെ ഫ്രീ ആയിരിക്കണം കേട്ടല്ലോ. പിന്നെ അച്ഛനും കാര്യോട് ഞാൻ പറഞ്ഞാളെ ഇവിടെയും പോവാൻ നിൽക്കരുത്, ഇവിടെ തന്നെ നിൽക്കണം. ശരി മോളെ. അല്ല നീ സൗഭാഗ്യപുരത്തൊക്കെ വിളിച്ചായിരുന്നോ? വിളിച്ച്, അവരെല്ലാം വരുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും വരും. അവിടുത്തെ കല്ലും മണ്ണും തൂണും തുരുമ്പിന് വരെ ഞാൻ വിളിച്ചിട്ടുണ്ട്. എന്താ അത് പോരെ? അല്ല സത്യൻ സാറിനെ വിളിച്ചോ? വിളിച്ചിട്ടുണ്ട്, അദ്ദേഹം എന്തായാലും വരും എന്ന് പറയാണ്. അദ്ദേഹം വരണം എന്നൊക്കെ നമ്മുടെ അച്യുതനും ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അവര് അകത്തേക്ക് പോകാണ്. അകത്തേക്ക് പോയതിനു ശേഷമാണെന്നുണ്ടെങ്കിൽ രാത്രി ചോറ് കഴിക്കാൻ വേണ്ടി സമയമാകുമ്പോഴേക്കും കഞ്ഞിയും അതുപോലെ തന്നെ ഭൂമിക്ക് ഇഷ്ടപ്പെട്ട മീൻ വറുത്തതും ചിക്കൻ കറിയും വെജിറ്റബിൾസും എല്ലാം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് കാണുമ്പോഴേക്കും ഭൂമി പറയണ്ട, കൊള്ളാലോ, ഇന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ഫുഡും ഉണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ, അതെ, ഇന്ന് മോൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ഫുഡും അമ്മ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയാണ്. അച്യുതൻ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, അവസാന ഭക്ഷണം എന്നിങ്ങനെ പറയാണ്. ഭൂമി ചോദിക്കേണ്ട, അച്ഛൻ എന്താ ഇപ്പൊ പറഞ്ഞത്? ഞാൻ വെറുതെ ഒരു തമാശക്ക്. ഇല്ല, അച്ഛൻ ഇപ്പൊ എന്തോ പറഞ്ഞു, അവസാന ഭക്ഷണം എന്നല്ല അച്ഛൻ പറഞ്ഞത്, അത് പറഞ്ഞതിന്റെ അർത്ഥം എന്താ അച്ഛാ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അത് മോളെ ഞാൻ ചുമ്മാ തമാശക്ക് പറയണ, വേണ്ട അങ്ങനത്തെ തമാശയൊന്നും വേണ്ട കേട്ടല്ലോ എന്ന് പറയുമ്പോഴേക്കും, ശരി, ഞാൻ അങ്ങനെ പറയുന്നില്ല പോരെ എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ അംബിക ചോറ് വാരിയിട്ട് നമ്മുടെ ഭൂമിക്ക് വാരി കൊടുക്കുകയാണ്. അംബിക കരയുന്നുണ്ട് കേട്ടോ. ഈ അമ്മയുടെ ഒരു കാര്യം എന്നൊക്കെ പറയുന്നുണ്ട് ഭൂമി. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം അവര് പോയി കിടന്നുറങ്ങുകയൊക്കെ ചെയ്യണം. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത്, രാവിലെ തന്നെ ഭൂമി എഴുന്നേറ്റ് റെഡിയാവാൻ വേണ്ടി നിൽക്കാട്ടോ. അപ്പോൾ ഭൂമിനെ റെഡിയാക്കാനായിട്ട് വർഷങ്ങൾക്ക് ശേഷം അംബിക ആലോചിക്കുകയാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ ഭൂമിക്ക് കണ്ണെഴുതി കൊടുക്കുകയും മുടി കെട്ടി കൊടുക്കുകയൊക്കെ ചെയ്യണ അംബികയായിരുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഭൂമിനെ ഒരുക്കുന്നത് കേട്ടോ. ആ ഭൂമിനെ ഒരുക്കുമ്പോഴേക്കും നമ്മുടെ ഭൂമി കണ്ണാടി നോക്കുന്നൊന്നുമില്ല, അമ്മ ഇങ്ങനെ ഒരുക്കുമ്പോൾ ഇങ്ങനെ അമ്മയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ശേഷം അംബിക പറഞ്ഞു, ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് പറയുമ്പോഴേക്കും ലക്ഷ്മി പറയുന്നുണ്ട്, അതെ ഭൂമി കണ്ണാടി നോക്കിക്കേ, എങ്ങനെയുണ്ടെന്ന് നോക്കിക്കേ, നോക്കാം എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ അവിടെ നിന്ന് ഇങ്ങനെ എഴുന്നേറ്റിട്ട് ഭൂമി അംബികയുടെ മുഖത്ത് സൂക്ഷിച്ചു നോക്കാണ്. ഞാൻ എൻ്റെ കണ്ണാടി നോക്ക്, സുന്ദരിയായിട്ടുണ്ട് എന്ന് പറയാണ്. എൻ്റെ അമ്മയാണ് എൻ്റെ കണ്ണാടി എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മുടെ ലക്ഷ്മി ഇപ്പൊ ചിരിക്കുകയാണ്. കൊള്ള, എന്തായാലും നീ സുന്ദരിയായിട്ടുണ്ട്, അത് പിന്നെ സുന്ദരി ആവാതിരിക്കോ? എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ സൗന്ദര്യം അല്ലേ എനിക്ക് കിട്ടിയിരിക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞിട്ട് ഭൂമി അപ്പുറത്തേക്ക് പോവാട്ടോ. അതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ അംബികയ്ക്ക് മനസ്സിൽ വല്ലാത്ത വിഷമം തോന്നാണ്. പുറത്തേക്ക് ഇറങ്ങുന്ന ഭൂമി എല്ലാവരും സൽക്കരിക്കണം. ഇരിക്കട്ടോ, വാ ഇരിക്കട്ടോ, എല്ലാവരും ഇരിക്കട്ടോ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ സൽക്കരിക്കുന്നൊക്കെ കേട്ടോ. ചേട്ടാ സുഖമല്ലേ? ചേട്ടന്റെ തിരക്കഥ എഴുതൊക്കെ എങ്ങനെയായി? ഞങ്ങൾ തിരക്കഥ എഴുതിക്കൊണ്ടിരിക്കുക. ഭൂമിനെ നായികയാക്കിയാലോ എന്നൊരു ആലോചന ഉണ്ട്. എങ്കിലേ ആ പടം 8 നില പൊട്ടും എന്നൊക്കെ പറഞ്ഞ് ഭൂമി കളിയാക്കി ചിരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും വന്ന് അവിടെ എല്ലാവരും സ്റ്റേജിലിരിക്കുകയാണ്. അംബികയും അച്യുതനും ഇങ്ങനെ അകത്തന്നെ ഇരിക്കണം. അപ്പൊ അംബിക പറയേണ്ട അച്യുതൻ്റെ അടുത്ത്, മോള് പറഞ്ഞേക്കണം അച്ഛനെ സുന്ദരനാക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ മോള് സുന്ദരിയാക്കിയപ്പോഴേ അച്ഛനും അമ്മയും സുന്ദരനാവണം, എല്ലാവരെയും കാണിച്ചു കൊടുക്കണം, ഇതാണ് എൻ്റെ അച്ഛനും അമ്മയെന്ന്. അതിനു വേണ്ടി രണ്ടുപേരും നല്ല സുന്ദരി
സുന്ദരന്മാരായിട്ട് സ്റ്റേജിൽ വന്നിരിക്കാനാ മോള് പറഞ്ഞിരിക്കണത്. ഞാൻ പറയാണ്ട് നമുക്ക് സുന്ദരി സുന്ദരന്മാരായിട്ട് സ്റ്റേജിൽ തന്നെ കയറിയിരിക്കുക. ഇന്ന് അവളുടെ അച്ഛൻ്റെ കയ്യിലേക്ക് അവളെ വെച്ചു കൊടുക്കാൻ വേണ്ടി പോകുകയാണല്ലോ. എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല അച്യുതേട്ടാ. അച്യുതേട്ടന് അതിന് സാധിക്കും, സാധിക്കണം, സാധിച്ചല്ലേ പറ്റൂ എന്നൊക്കെ അച്യുതൻ ഇങ്ങനെ പറയുന്നുണ്ട്. ഭൂമി ഇപ്പൊ നോക്കുമ്പോഴേക്കും നമ്മുടെ സൗഭാഗ്യപുരത്തെ വണ്ടി വരും കേട്ടോ. ഭൂമി വേഗം അവരുടെ കാറിന്റെ അടുത്തേക്ക് പോകുന്നില്ല. അപ്പൊ മുത്തശ്ശി ഇറങ്ങുന്നുണ്ട്, സംഗീത ഇറങ്ങുന്നുണ്ട്, മാധവൻ ഇറങ്ങുന്നുണ്ട്. അപ്പൊ അത്രയും പേര് ഇറങ്ങുമ്പോഴേക്കും ഭൂമി വേണ്ട മുത്തശ്ശി എത്തിയോ? പിന്നെ എത്താതെ എനിക്കറിയായിരുന്നു മുത്തശ്ശി എത്തോന്ന്. എന്റെ മുത്തശ്ശിയല്ലേ, ആഹാ നീ അങ്ങ് എടുത്തോ എന്ന് ചോദിക്കുമ്പോ പിന്നെ എടുക്കാതെ വാ വാ മുത്തശ്ശി വാട്ടോ എല്ലാരും വാ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് അവര് മുമ്പിൽ തന്നെ ഇരുത്തുവാട്ടോ. അതിനെ തൊട്ടു പിന്നാലെ അജയിന്റെ ബൈക്കിനെ വരുന്നുണ്ട്. അപ്പൊ ഭൂമി ആഹാ സാർ എത്തിയാലോ? ഓ പിന്നെ എത്താതെ എടോ അതിഗംഭീരമായിട്ടുള്ള വീട്ടിലെ അലങ്കാരപ്പണികളൊക്കെ. എന്താടോ തന്റെ വിവാഹമാണോ ഇന്ന്? ഓ അങ്ങനെയൊന്നുമല്ല സാർ, വിവാഹമാണെന്നാണ് വിചാരിച്ചിട്ടാണ് സാർ വന്നെങ്കിൽ സാർ ഈ വഴി തന്നെ പോയിക്കോ. ഇതേ അച്ഛന്റെ ദിവസമാണ്. എനിക്കറിയാടോ, പക്ഷെ ഈ അലങ്കാരമൊക്കെ കാണുമ്പോഴേ തന്റെ വിവാഹമാണെന്ന് തോന്നിപ്പോകും. ഒന്ന് പോ സാറേ, സാർ വാ എന്ന് പറഞ്ഞിട്ട് അജയിനെ വിളിച്ച് അകത്തേക്ക് ഇരുത്താണ് നമ്മുടെ ഭൂമി. തൊട്ടു പിന്നാലെ ബാക്കി പോലീസുകാരൊക്കെ വരുന്നുണ്ട്. അപ്പൊ എല്ലാവരും അകത്തേക്ക് ഇരിക്കാട്ടോ. ശേഷം നമ്മുടെ അച്യുതനെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ സൗഭാഗ്യപുരത്തെ മുത്തശ്ശിയെടുത്ത് അമ്മേ എന്നൊക്കെ പറയുമ്പോൾ അച്യുതൻ ഭാഗ്യവാനാട്ടോ. ഇതുപോലത്തെ നല്ല മുഖശ്രീയുള്ളതും സ്വഭാവത്തിൽ മുഖശ്രീയുള്ളതും പുറമെ മുഖശ്രീയുള്ള പെൺകുട്ടികൾ കിട്ടാനെ ഭാഗ്യം ചെയ്യണം. ഇതുപോലത്തെ മകളെ കിട്ടിയ അച്യുതൻ ഭാഗ്യവാനാണ് എന്ന് പറയാണ്. ആ ഭാഗ്യം വേണമെങ്കിൽ അമ്മ എടുത്തത് പറയുമ്പോഴേ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകും കേട്ടോ. അതിനെന്താ കൊണ്ടുപോയിക്കും? അച്യുതൻ മനസ്സിൽ കൊണ്ടുപോകണ്ടെന്നാ പറഞ്ഞതെന്ന് എനിക്ക് കേൾക്കാൻ കേട്ടോ എന്നൊക്കെ പറയാണ്. സാറേ എല്ലാവരും ഇരിക്കട്ടോ. അല്ല സത്യം സാർ വന്നില്ലേ? അപ്പോഴേക്കും സത്യം ദൂരത്ത് നടന്നു വരുന്ന അച്യുതൻ കാണുന്നുണ്ട്. വേഗം തന്നെ സത്യന്റെ അടുത്തേക്ക് പോണ. സാറേ വാ സാറേ ഇരിക്കി എന്ന് പറയാണ്. അങ്ങനെ ഭൂമി എവിടെയും ചോദിക്കുമ്പോൾ അവൾ അകത്തുണ്ട് ഇപ്പൊ വരും എന്ന് പറയാണ്. അങ്ങനെ സത്യന് മുൻപിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഇങ്ങനെ നിരന്നിരിക്കുകയാണ്. ശേഷം പരിപാടി തുടങ്ങാണ്. ഭൂമി സ്റ്റേജിലേക്ക് കയറുന്നുണ്ട്, അച്യുതനും സ്റ്റേജിലേക്ക് കയറുന്നുണ്ട്, നമ്മുടെ അംബികയും സ്റ്റേജിലേക്ക് കയറുന്നുണ്ട്. അച്യുതൻ എല്ലായിടത്തുമായിട്ട് പറയാണ് ഇതെന്റെ മോള് നടത്തുന്ന പരിപാടിയാണ്, ഫാദേഴ്സ് ഡേ. അതെ ഫാദേഴ്സ് ഡേ, അച്ഛന്റെ ദിവസം. എൻ്റെ മകൾക്ക് എന്നെയും അംബിക എന്ന് വെച്ചാൽ ജീവനാണ്, ഞങ്ങൾക്കും അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് സംസാരിക്കാൻ വേണ്ടി തുടങ്ങണം. പക്ഷെ ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ ഉദ്ഘാടന ചടങ്ങ് നടത്താം, സത്യൻ സാർ കയറി വരണം എന്ന് പറയാണ്. ഞാനോ? അപ്പോൾ മുത്തശ്ശി പറഞ്ഞിട്ട് ഇവിടെ കയറടാ, അവരുടെ ഒരു ആഗ്രഹമല്ലേ. അങ്ങനെ സത്യം കയറി വിളക്കൊക്കെ കൊളുത്തുന്നുണ്ട്. അതിനുശേഷം ഭൂമിയാണ് വിളക്ക് കൊളുത്തുന്നത്. പിന്നെ അച്യുതൻ അംബിക അങ്ങനെ വിളക്കൊക്കെ കൊളുത്താണ്. പിന്നീട് അച്യുതൻ പറയുന്നുണ്ട് ഇന്ന് ഫാദേഴ്സ് ഡേ. അതെ ഈ ഭൂമി ഇന്ന് ഞങ്ങൾ ഭൂമിനെ കുറിച്ച് വലിയൊരു മഹാസത്യം നിങ്ങൾക്ക് എല്ലാവർക്കും പറയാൻ വേണ്ടി പോവാണ്. ഭൂമി എന്റെയും അംബികയുടെയും മകളല്ല എന്ന് പറയാണ്. അത് കേൾക്കുന്ന ഭൂമിക്ക് ഷോക്കാവാണ്. അച്ഛൻ എന്തൊക്കെയാ പറയണത്? അച്ഛൻ പറയട്ടെ മോളെ, ഇവളെ 22 വർഷം മുമ്പ് എനിക്ക് കളഞ്ഞു കിട്ടിയതാണ്. കളഞ്ഞു കിട്ടിയ എൻ്റെ മകളാണ് ഭൂമി എന്ന് പറയാണ്. ഇവളുടെ യഥാർത്ഥ അച്ഛന് അവളുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുന്ന ചടങ്ങാണ് ഇന്ന് എന്ന് പറഞ്ഞിട്ട് ഫാദേഴ്സ് ഡേ എന്ന് എഴുതിയിട്ട് അച്യുതന്റെ ഫോട്ടോ വെച്ച ആ ഫോട്ടോ തിരിച്ചു വെക്കാണ് അച്യുതൻ. അപ്പൊ സത്യന്റെ ഫോട്ടോ കാണും കേട്ടോ. സത്യനെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും കാര്യം മനസ്സിലായി സത്യന്റെ മകളാണെന്ന്. അപ്പൊ തന്നെ നമ്മുടെ ഭൂമി ചോദിക്കണ്ട, എന്താ സത്യൻ സാറാണോ എൻ്റെ അച്ഛൻ? പറയച്ചാ. അതേ മോളുടെ അച്ഛൻ സത്യൻ സാറാ. സത്യൻ സാറിന് 22 വർഷം നഷ്ടപ്പെട്ട ആ കുട്ടിയാ നീ എന്ന് പറയുമ്പോൾ സൗഭാഗ്യപുരത്തെ മുത്തശ്ശിക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. അച്ഛാ എന്ന് വിളിച്ചിട്ട് നമ്മുടെ ഭൂമി സത്യന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. സത്യം ചേർത്ത് പിടിക്കുകയാണ്. അങ്ങനെ എല്ലാവരും ചേർത്ത് പിടിച്ചിട്ട് ഭൂമിനെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പോകുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നു കേട്ടോ. അത് പക്ക സ്വപ്നമാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ശേഷം നാളത്തെ പ്രൊമോയിൽ കാണിക്കണം നമ്മുടെ അച്യുതൻ ഭൂമി എടുത്ത് പറയുന്നുണ്ട്, മോളെ അച്ഛനെ ഒരു ഉമ്മതാ മോളെ എന്ന് പറയുമ്പോൾ ഞാനേ തിരക്കായിട്ടൊരു സ്ഥലം വരെ പോകുവാണേ, വന്നു കഴിഞ്ഞിട്ട് അച്ഛന് ഒരു ഉമ്മല്ല 1000 ഉമ്മ ഞാൻ തരും എന്നൊക്കെ പറഞ്ഞിട്ട് ഭൂമി പോവാണ്. പക്ഷെ തിരിച്ചു വരുന്ന ഭൂമി കാണുന്നത് അച്യുതന്റെയും അംബികയുടെയും ചലനമറ്റ ശരീരമാണ് കേട്ടോ. അത് കാണുമ്പോൾ ഭൂമിക്ക് വല്ലാത്ത വിഷമം വന്നിട്ട് ആ വാടക കൊണ്ട് വന്നിട്ടാണ് നമ്മുടെ അച്യുതനെയും അംബികേനെ കൊലപ്പെടുത്തി കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ച അച്യുതൻ മാത്രമാണ് മരിച്ചതെന്നാണ്, അംബികയെ മരിച്ചെന്നാണ് എഴുതി കാണിക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം നാളത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.